ഖബറിസ്ഥാനിലൂടെ കവറ് ചവിട്ടിച്ചുകൊണ്ട് ഈ പശുക്കളെയും മറ്റുമൊക്കെ മേയ്ക്കാൻ കൊണ്ടുപോകുന്ന കാണാം. എന്നാൽ കവറ് ചവിട്ടിച്ചുകൊണ്ട് മൃഗങ്ങളെ അങ്ങനെ കൊണ്ടുപോകൽ കടുത്ത കറാഹത്താണ്. മനുഷ്യര് തന്നെ കവറ് ചവിട്ടരുത്. നിർബന്ധ ആവശ്യത്തിന് വേണ്ടി സിയാറത്തിന് പോവുകയാണ്. സിയാറത്തിന് പോകുന്ന സമയത്ത് കവറ് ചവിട്ടൽ മാത്രമേ മാർഗമുള്ളൂ എങ്കിൽ ചവിട്ടാം. അല്ലാത്ത നിലക്ക് മനുഷ്യര് തന്നെ കബറ് ചവിട്ടരുത്. അപ്പം മൃഗങ്ങളെ കൊണ്ടാകുമ്പോൾ അത് വളരെ മോശപ്പെടും. അതൊരു വലിയ ഒരു ആരിഫിൻ്റെയോ വലിയൻ്റെയോ കബറാണെങ്കിൽ അവിടെ പറയുകയും വേണ്ട, അത് വലിയ കുറ്റമായി തീരും. അള്ളാഹു താലാൻ്റെ വലിയനോട് ശത്രുത കാണിക്കുന്ന ആളുകളോട് അള്ളാഹ് തന്നെ യുദ്ധം പ്രഖ്യാപിച്ചെന്നല്ലേ പറഞ്ഞത്. അപ്പം അത് വളരെ സൂക്ഷിക്കണം. ഇനി ഒരു മൃഗം കബറിൻ്റെ മേൽ മൂത്രിക്കുകയോ കാഷ്ടിക്കുകയോ ചെയ്യാൻ വേണ്ടി നോക്കുന്നതായി നമുക്ക് തോന്നിയാൽ ഉടനെ നമ്മൾ അതിനെ അവിടെ നിന്ന് തടയണം. അവിടെ മൂത്രിക്കാനും കാഷ്ടിക്കാനും അനുവദിക്കരുത്. കാരണം കബറിൻ്റെ മേലല്ലേ മൂത്രിക്കുകയും കാഷ്ടിക്കുകയും ചെയ്യുന്നത്. മൃഗത്തിന് തക്ലീഫില്ല, പക്ഷെ അത് കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് തക്ലീഫുണ്ട്. അപ്പോൾ കണ്ടു നിൽക്കുന്ന ആളുകൾ അതിനെ തടഞ്ഞിട്ടില്ലെങ്കിൽ അവർ അതിൻ്റെ കുറ്റക്കാരായിത്തീരും. അതുപോലെ ചിലർ ഈ പശുക്കളെയും മറ്റുമൊക്കെ കൊണ്ടുപോയിട്ട് ഈ മക്ബറകളിൽ ഖബറിസ്ഥാനിൽ കെട്ടിയിട്ടിട്ട് മേയ്ക്കുന്ന കാണാം. അത് കടുത്ത ഹറാമാണ്. കാരണം പൊതു ഖബറിസ്ഥാൻ അത് ആളുകളെ ഖബറടക്കാൻ വേണ്ടി വഖഫ് ചെയ്യപ്പെട്ടതാണ്. അവിടെ കൊണ്ടുപോയിട്ടും കന്നുകാലികളെ മേയ്ക്കാൻ വേണ്ടി കെട്ടിയിടരുത്. ജീവിച്ചിരിക്കുന്ന ആളുകൾ എന്തെല്ലാം കൊണ്ട് ബുദ്ധിമുട്ടുന്നോ ആ കാര്യങ്ങളെ കൊണ്ടൊക്കെ മരിച്ചവരും ബുദ്ധിമുട്ടും. അപ്പം മൃഗങ്ങൾ അങ്ങനെ ഒരു ഹുർമത്തില്ലാത്ത നിലക്ക് ആ ഖബറിസ്ഥാനിൽ നിന്ന് മേഞ്ഞു നിന്ന് കാഷ്ടിക്കുകയും മൂത്രിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഖബറാളികൾ അതുകൊണ്ട് ബുദ്ധിമുട്ടും എന്നാണ് ഉലമാക്കൾ പറയുന്നത്. അല്ലാഹു തആല കാക്കട്ടെ. അതുകൊണ്ട് ഖബറിസ്ഥാൻ മക്ബറ അതിനെ നമ്മൾ അങ്ങേയറ്റം ബഹുമാനിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതിന് ഹുർമത്തുകേടാകുന്ന ഒരു കാര്യവും നമ്മിൽ നിന്ന് ഉണ്ടായിപ്പോകരുത്. പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിലൊക്കെ പലപ്പോഴും കാണുന്ന ഒന്നാണ് ഈ പശുക്കളെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവും ഖബറിസ്ഥാനിൽ കെട്ടിയിട്ടിട്ട്. ചിലർ ഖബറിൻ്റെ മുകളിൽ തന്നെ ആയിരിക്കും ചിലപ്പോൾ അതിനെ കുറ്റിയടിച്ചിട്ട് കെട്ടിയിട്ടുണ്ടാകുക. ആളുകൾ അത് ശ്രദ്ധിക്കണം, അത് ഹറാമാണ്.